100% സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊന്നും ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരുപാട് കളിപ്പേര് അറിയാതെ നടക്കും, ചിലപ്പോൾ പുറകിൽ കൂടെ നടക്കും, അറിഞ്ഞില്ല എന്ന് ഭാവിക്കും, ഇങ്ങനെ പലതും നടക്കും. ഇസ്രായേലിന് നമ്മൾ നിരന്തരം ആയുധം കയറ്റി അയച്ചുകൊണ്ടിരുന്നതല്ല. ഈ CIT-കാരനാണ് ചെന്നൈ പോർട്ടിൽ ഇത് ഇസ്രായേലിലേക്കുള്ള ആയുധമാണ്, ഞങ്ങൾ ഈ പെട്ടി കയറ്റില്ല എന്ന് പറയും. കയറ്റണ്ട, ഞങ്ങൾ കയറ്റാന്ന് BMS കയറ്റി. BMS അവിടെ ഇവരെക്കാൾ വലുത്. അവസാനം ഇതെന്താ പ്രശ്നം എന്ന് പോർട്ടുകാരൻ അവർ പറഞ്ഞു രണ്ടുപേരും കയറ്റണ്ട, ഇത് ക്രെയിനിൽ കയറ്റാവുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ ക്രെയിൻ വെച്ച് കയറ്റി. അങ്ങനെ ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി അയക്കാൻ പാടില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി. അപ്പോഴാണ് പൊതുജനം ഇതറിയുന്നത് ഇസ്രായേലിലേക്ക് നമ്മൾ ആയുധം കയറ്റി അയക്കുന്നുണ്ട്. ഈ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ്. അതുവരെ ആർക്കും അറിയില്ല. കപ്പൽ നിറച്ച് പൊക്കോണ്ടിരിക്കുക, ആരും അറിയുന്നില്ല. എന്നിട്ട് പാലസ്തീൻ്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചാൽ അതേ ഇരട്ടത്താപ്പാണ്. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് പഴയ കാലമല്ല, ഒരുപക്ഷെ വളരെ പഴയ കാലമാണ് താൻ. ചാണക്യൻ പറഞ്ഞ പ്രിൻസിപ്പിളിലാണ് ഇപ്പോൾ മോദി പോകുന്നത്. അല്ലാതെ ബുദ്ധൻ, മഹാത്മാഗാന്ധി അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വയ്ക്കും, മാലയൊക്കെ ഇട്ട് ചന്ദനത്തിരിയൊക്കെ കൊടുക്കും. കാര്യങ്ങൾ ചാണക്യൻ പറഞ്ഞ വഴിക്ക് പോകും.